കേൾക്കാം സാർ. Okay, unit number 4, reflection of light. Reflection of light. Reflection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രതിഫലനം എന്ന് പറയും മലയാളം. സാർ ഞങ്ങൾക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഏതാ? റിഫ്രാക്ഷൻ കഴിഞ്ഞാണ് റിഫ്ലക്ഷൻ അല്ല. യൂണിറ്റ് 4 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ശരിയല്ലേ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അടുത്ത ചാപ്റ്റർ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. രണ്ടും രണ്ടാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചില്ല, ഒപ്റ്റിക്സിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി ചാപ്റ്റർ. ആദ്യം നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? നമുക്കിവിടെ ഒരു ഫ്ലവർ ഉണ്ട്, ഒരു റെഡ് കളർ ഒരു ഫ്ലവർ ഉണ്ട്. അത് റെഡ് കളറുള്ള ഫ്ലവർ ആണ് എന്ന് ഇവിടെ നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? സൂര്യനിലെ വെട്ടം അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ പൂവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന നമ്മുടെ കണ്ണിൽ വരുമ്പം നമ്മൾ കാണുന്നതാണ് ഈ പൂവ്. സോ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന ഉണ്ട്. ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, സൂര്യനിൽ നിന്ന് വരുന്നു. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ആൻഡ് ഇറ്റ് ഈസ് വെരി റിക്വയർഡ് ടു സീ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റുകളെ കാണാൻ വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് വെരി റിക്വയർഡ് ടു സീ ദ ഒബ്ജക്ട്സ്. വസ്തുക്കളെ കാണണമെങ്കിൽ ലൈറ്റ് ഉണ്ടായേ തീരുള്ളൂ. റൂമിലാണെങ്കിൽ നമ്മൾ ലൈറ്റ് കെടുത്തിയാൽ പിന്നെ കാണത്തില്ല. അപ്പം ഒരു വസ്തുവിനെ കാണാൻ പറ്റുന്ന എങ്ങനെയാണ്? ലൈറ്റ് ആ വസ്തുവിൽ ചെന്ന് വീണിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ആ പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. So the reflection can be defined as, എന്നോട് ശ്രദ്ധിച്ചാൽ റിഫ്രാക്ഷൻ അല്ല കേട്ടോ പറയുന്നത്, റിഫ്ലക്ഷൻ. അതായത് ഇവിടെ നമുക്കൊരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രതലം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു സർഫസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പൊ നമ്മൾ ഈ വശത്ത് ഇങ്ങനെ മിററൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കും. ഈ വശത്താണ് നമ്മൾ അതിൻ്റെ കോട്ടിങ് കൊടുക്കുന്നത്. ഒരു സിൽവർ കോട്ടിങ്ങോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസിന്റെ ഒരു വശത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തട്ടി വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടുന്ന് ഇപ്പോൾ ഒരു ലൈറ്റ് റേ വരുവാണെങ്കിൽ അത് ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു. അപ്പൊ ഈ വരുന്ന റേയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ. ഈ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഒരു പോയിന്റ് വരയ്ക്കാം അല്ലെ? ഈ വന്ന് വീഴുന്ന ഈ പോയിന്റിലൂടെ വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ ഇവിടെ നമുക്കൊരു ഐ എന്ന് എഴുതാം. ഇൻസിഡന്റ് ആംഗിൾ. ഇത് ആർ, റിഫ്ലക്റ്റഡ് ആംഗിൾ. സോ ഇൻസിഡന്റ് റേയും ഇതിന്റെ പേര് നോർമൽ എന്ന് പറയും. ദ ആംഗിൾ ബിറ്റ്വീൻ എഴുതിയ കേട്ടോ, ഇൻസിഡന്റ് റേ ആൻഡ് നോർമൽ. ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ വിളിക്കുന്നതാണ് ആംഗിൾ ഐ ഓർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ, that is represented by angle R, and that is called angle of reflection. ഇതിനെ വിളിക്കുന്നത് നോർമൽ, ഇതിനെ വിളിക്കുന്നത് ഇൻസിഡന്റ് റേ, ഇതിനെ വിളിക്കുന്നത് റിഫ്ലക്റ്റഡ് റേ.
അങ്ങനെയെങ്കിൽ എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളതിന് ഒരു ഡെഫിനേഷൻ എഴുതാം. റിഫ്ലക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് when light falling on a surface and it come back to the same medium. So when the light falling on a surface and it come back to the same medium. എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ. Come back to the same medium. That is called a reflection. അപ്പം നമുക്ക് എല്ലാ വസ്തുക്കളെയും കാണാൻ കഴിയുന്നത് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന കൊണ്ടാണ്. പേജ് നമ്പർ 79 ഈ റേനെ നമ്മൾ എ എന്ന് വിളിച്ചു, ഈ പോയിന്റിനെ ഒ എന്ന് വിളിച്ചു, ഇതിനെ ബി എന്ന് വിളിച്ചു, നോർമലിനെ എൻ എന്ന് വിളിച്ചു. എല്ലാ വസ്തുക്കളും കാണാൻ സാധിക്കുന്നത് റിഫ്ലക്ഷൻ മൂലമാണ്. ഒരു ലൈറ്റ് ഒരു സർഫസിൽ വീഴും. ആ സർഫസിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ഇറ്റ് ഈസ് വെരി സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫസ്. കണ്ണാടി എങ്ങനെ പോലെ പ്രതലമായിരിക്കും, നല്ല മിനുസമുള്ളതായിരിക്കും. കുറെ സ്ക്രാച്ച് ഒന്നും വീണ പിന്നെ നന്നായിട്ട് തെളിഞ്ഞ് കാണാം. സോ വെൻ ലൈറ്റ് ഫാളിംഗ് ഇൻ ടു എ വെരി സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫസ്, പിന്നെ അത് പോയിന്റ് ഇവിടെ കൊടുക്കാം. ഓൺ എ സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫസ്, it come back to the same medium. That is called the reflection. വരുന്ന റേനെ ഇൻസിഡന്റ് റേ, റിഫ്ലക്ട് ചെയ്യുന്നതിനെ റിഫ്ലക്റ്റഡ് റേ, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മളുടെ മിററിന് പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്നതിനെ നോർമൽ റേ എന്ന് പറയുന്നു. The angle between incident ray and normal, that is called angle of incidence. The angle between reflected ray and normal, that is called angle of reflection. രണ്ട് കാര്യങ്ങൾ വെച്ചാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. ഇവിടം വരെ എഴുതിയെടുത്തിട്ട് അത് ഡിസ്കസ് ചെയ്യും. സോ നെക്സ്റ്റ്, ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. ദ ലോ ഓഫ് റിഫ്ലക്ഷൻ അത് ശരിക്കും രണ്ട് പോയിന്റ് ആയിട്ട് പറയാം. നമ്മുടെ നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 80 ഒരു വയലറ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. വെൻ ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഫ്രം എ സ്മൂത്ത് സർഫസ്, the angle of incident and angle of reflection are equal. Second one, the incident ray, reflect ray and normal to the surface are in same. ഞാൻ നന്നായിട്ട് പറഞ്ഞു. ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് അവിടെ പറഞ്ഞ രണ്ടാമത്തെ പറയാം. ഇത് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ. ഇൻസിഡന്റ് റേ ഇവിടെ ഏതാണ്? ഇൻസിഡന്റ് റേയുടെ പേര് പറയാവോ? AO. റിഫ്ലക്റ്റഡ് റേ ഏതാണ്? OB. നോർമൽ ടു ദ സർഫസ് ഏതാണ്? NO. ഇത് മൂന്നും ഞാൻ ഈ ബോർഡിൽ അല്ലെ ഈ പ്ലെയിനെ തന്നെയാണ് വരച്ചിരിക്കുന്നത് അല്ലേ? ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ദ ഇൻസിഡന്റ് റേ നിങ്ങൾ എഴുതാൻ മുഴുവൻ എഴുതണം കേട്ടോ. കോമ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ സർഫസ് ON are in same plane. Second point is that angle of incidence is equal to angle of reflection. ഇത് ഇൻസിഡന്റ് റേയും നോർമലും ചേർന്നുണ്ടാകുന്ന ആംഗിൾ ആണ് റിഫ്ലക്റ്റഡ് റേയും നോർമലും ചേർന്നുണ്ടാകുന്ന ആംഗിളിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു പടം ഇപ്പൊ പരീക്ഷയ്ക്ക് തന്നു. ഞാൻ അന്വേഷിച്ച് ഇവിടെ ഒരു തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ആംഗിൾ 30 ഡിഗ്രിയും തന്നു കഴിഞ്ഞാല് ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് 1 വേർഡ് ഒക്കെ ചോദിക്കാറുണ്ട് റിഫ്ലക്ഷൻ. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ആർ ഇൻ സെയിം പ്ലെയിൻ. സെക്കൻഡ് പോയിന്റ്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ തന്ന മറ്റേ, ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വരച്ചെന്ന് വെച്ചാൽ ഇങ്ങനെയാ പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നത്.
ഇത് നോർമൽ. ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഡിഗ്രി എത്രയാന്ന്, ഇത് എത്രയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതാ തന്നിരിക്കുന്നെങ്കിൽ ഇത് എത്രയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് എത്രയാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇത് മൊത്തം 90 ഡിഗ്രി അല്ലേ? സാർ 60 ഡിഗ്രി ആണോ? ഇത് 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. സോ ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ബിക്കോസ് നോർമൽ ഇങ്ങനെയാണ് അല്ലേ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പം ഇത് 90 ഡിഗ്രി ആകുമ്പോൾ ഇത് 30 ആയാൽ ഇത് 60, 60, 30, 90. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I 60 ആയാൽ ആറും 60. Now the reflection is categorized into two. First one, regular reflection. Second one, irregular reflection. Regular reflection and irregular reflection. ഇപ്പൊ നമുക്കറിയാം, ഒരു ഹൈലി സ്മൂത്ത് ആൻഡ് പോളിഷ്ഡ് സർഫസിൽ നിന്നാണ് റിഫ്ലക്ഷൻ നടക്കുന്നതെങ്കിൽ, ഇതാണ് നമ്മുടെ ഒരു ഹൈലി സ്മൂത്ത് ആണ്, ഹൈലി പോളിഷ്ഡ് ആണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക സർഫസ്. അതിന്റെ ഈ വശത്ത് നമ്മൾ ഒപ്പേക്ക് ആക്കാൻ വേണ്ടി എന്തെങ്കിലും സിൽവറോ മറ്റോ കോട്ട് ചെയ്തിരിക്കുന്നു. ഇനി അവിടെ ഇൻസിഡന്റ് റേ ഇവിടുന്ന് വന്ന് വീഴുവാണെങ്കിൽ ഇവിടെ വന്ന് വീഴുന്നതിനായും ആ പോയിന്റ് തട്ടി റിഫ്ലക്ട് ചെയ്യും. ഇനി വേറെ ഇവിടെ വന്ന് വീഴുവാണെങ്കിലോ അതും അവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യും. ഇനി വേറെ ഇവിടെ വന്ന് വീണാലോ അതും അവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യും. സോ ഇതിനെയാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. കൃത്യമായ റിഫ്ലക്ഷൻ, വരുന്നതെല്ലാം ഒരേപോലെ റിഫ്ലക്ട് ചെയ്തു. സോ ഇറ്റ് ഈസ് ഓൺലി ഹാപ്പൻസ് ഇൻ എ സ്മൂത്ത് സർഫസ്. അതുപോലെ ഇതൊരു റെഗുലർ റിഫ്ലക്ഷൻ ആണെങ്കിൽ നോക്കി, ഇൻസിഡന്റ് റേ ഇത് അല്ലെ, റിഫ്ലക്ടർ ഇത് അപ്പൊ എങ്ങനെയായിരിക്കും? which are parallel to each other. Incident rays or reflected rays are parallel to each other. പക്ഷെ ഒരു ഇറഗുലർ റിഫ്ലക്ഷന്റെ കേസിൽ നമുക്ക് ഈ സർഫസ് ഒരു സ്മൂത്ത് ആണെന്നും പറയാൻ പറ്റില്ല, ഒരു റഫ് സർഫസ് ആണ്. ഇവിടെ ഇപ്പം ഒരു റേ ഇങ്ങനെ വന്ന് വീണ് ഇവിടെ ഇടിച്ചാല് അതിനെ പറ്റും, അതിവിടെ തട്ടി ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. ഇനി ഇവിടെ വന്ന് ഇടിക്കുന്നെങ്കിൽ അതിവിടെ തട്ടി ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. ഇവിടെ വന്ന് ഇടിച്ചാൽ ഇവിടെ തട്ടി ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും നമുക്കൊരു കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം പുറകോട്ട് റിഫ്ലക്ട് ചെയ്ത്, ഇത് മുമ്പോട്ട് റിഫ്ലക്ട് ചെയ്ത്, ഇത് മുമ്പോട്ട് റിഫ്ലക്ട് ചെയ്ത്. സോ വി ക്യാൻ പ്രഡിക്റ്റ് ദ റിഫ്ലക്ഷൻ ഇൻ എനി ഡയറക്ഷൻ. സോ ഇറ്റ് നോട്ട് ബി എ റെഗുലർ സർഫസ് ഓർ ഇറ്റ് ഈസ് എ റഫ് സർഫസ് ആയിരിക്കും. ഒരു റഫ് സർഫസിൽ നടക്കുന്ന റിഫ്ലക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇവിടെയോ reflected rays or incident rays which are not parallel to each other. എങ്ങനെ ചോദിക്കാം, what are different type of reflection? Regular reflection and irregular reflection, not parallel to each other. ചെറിയൊരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നെക്സ്റ്റ് ഹെഡിങ്, പ്ലെയിൻ മിറർ. പ്ലെയിൻ മിറർ എന്ന് പറയാൻ കാരണം അടുത്ത ദിവസം നമ്മൾ കോൺകേവും കോൺവെക്സും ഒക്കെ പഠിക്കും. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്ലെയിൻ മിറർ, അല്ലെ നമ്മൾ മുഖം നോക്കുന്ന മിററുകൾ. അതെങ്ങനെയായിരിക്കും? പ്ലെയിൻ ആയിട്ടിരിക്കും അല്ലേ. ഇവിടെയാണ് നമ്മുടെ സർഫസ് എങ്കിൽ മുമ്പേ വരച്ചതുപോലെ അതിന്റെ ഒരു വശം ഒപ്പേക്കായിരിക്കും, ഈ വശം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജുകളുടെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും അറിയാവോ? ആരെങ്കിലും പറയാവോ? നമ്മൾ മുഖം നോക്കുമ്പം
എന്തൊക്കെയാ പ്രത്യേകത? വാട്ട് ആർ ദ specifications or nature of the image that formed in a plane mirror? ഇമേജ് എങ്ങനെയൊക്കെ ആയിരിക്കും? ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഫസ്റ്റ് ഞാൻ ചോദിക്കാം, അതൊരു യഥാർത്ഥ പ്രതിബിംബാണോ അതോ വെർച്വൽ ആണോ? റിയൽ ആണോ വെർച്വൽ ആണോ? വെർച്വൽ. അതൊരു വെർച്വൽ ഇമേജ് ആയിരിക്കും, യഥാർത്ഥ പ്രതിബിംബം അല്ല. മലയാളത്തിൽ നമ്മൾ മിഥ്യ എന്നൊക്കെ പറയുന്നു, മിഥ്യാപ്രതി. രണ്ടാമത്, നമ്മളിപ്പോ നമ്മുടെ കയ്യാ നോക്കുന്നതെങ്കിൽ സൈസ് എങ്ങനെയായിരിക്കും? കൂടുവോ കുറയോ? സെയിം സൈസ് ആയിരിക്കും. സെയിം സൈസ്. വെർച്വൽ ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. പിന്നെ ഞാൻ കണ്ണാടിയിൽ നിന്ന് ഇങ്ങോട്ട് 5 മീറ്റർ മാറി നിൽക്കുവാണ് എങ്കിൽ ഇമേജും അങ്ങോട്ട് 5 മീറ്റർ മാറി നിൽക്കും അല്ലേ? ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് from the object to the mirror is equal to, നിങ്ങൾ സെന്റൻസ് എഴുതണം കേട്ടോ, is equal to the distance from the image to the mirror. മിററിൽ നിന്ന് എത്ര മാറിയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, മിററിനകത്ത് നോക്കുമ്പോഴും അത്രയും ദൂരം മാറിയായിട്ടാണ് പ്രതിബിംബവും കാണുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ എപ്പോഴും പറയണം വലതുകൊണ്ട് കൈ കൊണ്ട് ജീവിയാൽ ഇടത് കൈ കൊണ്ടാണ് നമുക്ക് കണ്ണാടി തോന്നണേ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് there is a lateral shift. Lateral, RAL, lateral shift. So these are the points or the properties of the image that is formed by a plane mirror. അതൊരു വെർച്വൽ ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. The distance from the object to mirror is equal to the distance from the mirror to image. Then there is a lateral shift of the images. ഇനി എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് ഓർക്കുക. This one, objective O. അതിൽ നിന്ന് ഒരു വെട്ടം വന്ന് നമ്മുടെ കണ്ണാടിയെ വീണ്, ഇങ്ങനെ ഒരു ലൈറ്റ് വന്ന് കണ്ണാടിയിൽ ഇടിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ കണ്ണ് ഇവിടെ ആയിരിക്കണം. നന്നായിട്ട് ശ്രദ്ധിച്ചോണം, ഇതാണ് എൻ്റെ ഐ. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പം എന്നാ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല്, ഇത് ഇവിടുന്ന് ഇങ്ങ് നീണ്ടു നിൽക്കുന്നതായിട്ട്, ഈ ലൈൻ ഇങ്ങോട്ട് നീളുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ട് നീട്ടി വരച്ച ഇത് രണ്ടും കൂടി ഇവിടെ ഒരു പോയിന്റ് കൂട്ടിമുട്ടും. അത് ഈ ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ആണോ അതായിരിക്കണം കേട്ടോ ഇങ്ങോട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ. ബിക്കോസ് നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ, എത്ര ദൂരെയാണോ ഒബ്ജക്റ്റ് അത്രയും ദൂരെയായിരിക്കും ഇമേജ്. ദിസ് ഈസ് ഇമേജ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മളൊരു വസ്തുവിനെ കാണുന്നത്. അപ്പൊ വസ്തുവിൽ നിന്നുള്ള റേ വന്ന് കണ്ണാടിയിൽ വീണ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണി വരും. നമ്മളപ്പോ ഇവിടെ നിന്ന് നോക്കുമ്പം ഇവിടെ ഇരിക്കുന്ന വസ്തു ഇവിടുന്ന് എത്ര ദൂരം ഇങ്ങോട്ടാണോ അത്രയും ദൂരം ഇങ്ങോട്ട്. ഇപ്പൊ ഇവിടെ ഒരു വേറെ പേര് പി എന്ന് കൊടുത്താല് ഒ പി ഈസ് ഈക്വൽ ടു പി ഐ. അങ്ങനെ കുത്തിട്ടിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ. നമ്മൾ ഇവിടെ നിന്ന് നീട്ടി വരയ്ക്കുമ്പം കണ്ണാടിക്കകത്ത് എത്ര ദൂരമായിരുന്നോ ഒബ്ജക്റ്റിലേക്ക് അത്രയും ദൂരം മാറി ഒരു വെർച്വൽ സെയിം സൈസ് ലാറ്ററൽ ഷിഫ്റ്റ് ഉണ്ടായ ഒരു ഇമേജ് ഉണ്ടായത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഇമേജ് ഫോർമേഷൻ ഇൻ എ പ്ലെയിൻ മിറർ. നേരെ നമ്മളിപ്പോ നേരെ നിന്ന് കണ്ണാടി കാണുമ്പോൾ നമ്മൾ നേരെയായിട്ട് തന്നെയാണ് നമുക്ക് നമ്മൾ തോന്നുന്നത്. സോ വെർച്വൽ ഇറക്റ്റ് അതും കൂടെ കൊടുത്തേരും. മിഥ്യാപ്രതിബിംബം
നേരായ പ്രതിബിംബം, അതേ വലിപ്പം, കണ്ണാടിയിൽ നിന്ന് എത്ര അകലെയാണ് നമ്മൾ നിൽക്കുന്നത്, അപ്പൊ കണ്ണാടിക്ക് അകത്തോട്ടും അത്ര അകലം തോന്നും. പിന്നെ ലാറ്ററൽ ഷിഫ്റ്റ്, നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും കണ്ണാടിക്കകത്ത് തോന്നും. That is the properties of the image formed in a plane mirror. Next heading, the number of images formed or multiple reflection. Multiple reflection. Multiple reflection എന്ന് പറഞ്ഞാൽ more than one അല്ലേ, ഒന്നിൽ കൂടുതൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ പണ്ട് ഈ കാലിഡോസ്കോപ്പ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ട്രയാങ്കുലറിൽ ഇങ്ങനെ കണ്ണാടിയൊക്കെ ഒട്ടിച്ച് വെച്ച് അതിനകത്ത് മുത്തിട്ട് ഇങ്ങനെ കിലുക്കിയൊക്കെ കാണുന്നത്. അപ്പൊ പല 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 ഇമേജ് ഫോം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു മിറർ വെച്ച്, ഇവിടെ ഒരു മിറർ ഇങ്ങനെ വെച്ച്, അപ്പൊ അതിനെ പറ്റി ഇത് ഇങ്ങനെ വന്ന് ഇടിച്ച് ഇങ്ങനെ വന്ന് കടന്നു പോകും. കണ്ടോ? അങ്ങനെ എത്ര റിഫ്ലക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ എത്ര ഇമേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ദ number of image formed due to multiple reflection. ഇപ്പം n ആണ് നമ്പർ ഓഫ് ഇമേജ് ഉണ്ടാകുന്നത്. n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ടു മിറേഴ്സ്. ഇപ്പൊ രണ്ട് കണ്ണാടി വെച്ചാൽ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെക്കുക. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ടു മിററേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഒരു മിറർ ഇവിടെ വെച്ച് ഇങ്ങനെ വെച്ച്, ഒരു മിറർ ഇങ്ങനെ വെച്ചു. ഇത് തമ്മിലുള്ള ആംഗിള് ഇപ്പൊ ഇതൊരു 30 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. എത്ര റിഫ്ലക്ഷൻ നടക്കും? ദാറ്റ്സ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 30 മൈനസ് 1. എത്ര ഇമേജ് കിട്ടും നമുക്ക്? 36/3 എത്രയാ? 12. 12 മൈനസ് 1 11 ഇമേജുകൾ ഫോം ചെയ്യും. ഇനി രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുക. ഒന്നിങ്ങനെയും ഒന്നിങ്ങനെയും. 90 ഡിഗ്രി. തീറ്റ 90 ആയാലോ 360/90 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി രണ്ടും തമ്മിൽ 180 ഡിഗ്രി വെച്ചേക്കുക. ഒന്ന് ഇങ്ങനെ ഒന്ന് അങ്ങനെ തന്നെ. അപ്പൊ 360/180 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 2 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 1. ഒരു ഇമേജ് മാത്രമേ കിട്ടൂ. ഇങ്ങനെ പല പല കേസുകൾ, അല്ലെങ്കിൽ തീറ്റ തന്നു കഴിഞ്ഞാൽ എത്രയാണ്? ഞാൻ അതിന്റെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 82 ഏറ്റവും മുകളിൽ ഒരു കോളത്തിൽ കിടക്കുന്നതാണത്. അതിനകത്ത് പല പല ആംഗിൾ അവർ ചോദിച്ചിട്ടുണ്ട്. 45 ഡിഗ്രി ആണെങ്കിൽ എത്ര എണ്ണം ഫോം ചെയ്യും? 45 ഡിഗ്രി നമ്പർ ഓഫ് ഇമേജ്, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 180 ഡിഗ്രി. ഇതെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് എഴുതിയെടുത്തേച്ച് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ് ചെയ്യും. സോ നമ്മുടെ ഇക്വേഷനോട്ട് കൊടുക്കണം 360 ഡിവൈഡ് ബൈ 45 മൈനസ് 1 ദാറ്റ് ഈസ് 7, 5, 3, 2, 1 corresponding to the angles 45 degree, 60 degree, 90 degree, 120 degree and 180 degree. അപ്പൊ ചോദിക്കാം, ഇങ്ങനെ രണ്ട് മിററുകൾ ഇങ്ങനെ എത്ര ആംഗിളായിരിക്കുന്നതെങ്കിൽ അവിടെ എത്ര ഇമേജ് കിട്ടും? വെരി സിമ്പിൾ. 360 ബൈ ആംഗിൾ ഓഫ് സെപ്പറേഷൻ മൈനസ് 1. ഓക്കെ, താങ്ക് യു.